ഇന്ന് ഞാൻ അവൽ കൊണ്ട് ഏറ്റവും രുചികരമായിട്ട് 3 തരം മിക്സ്ചറാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ മിക്സ്ചർ എരിവുള്ള മിക്സ്ചറാണ്. രണ്ടാമത്തെ മിക്സ്ചർ ഉണ്ടാക്കുന്നത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല മധുരമുള്ള മിക്സ്ചറാണ്. അതിനകത്ത് ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു ഇത്തിരി ചാട്ട് മസാലയൊക്കെ ഫ്ലേവറുള്ള മൂന്നാമത്തെ മിക്സ്ചറാണ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഒന്നാമത്തെ മൂന്നാമത്തെ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ആണെന്നേ ഞാൻ പറയുള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിൽ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മിക്സ്ചറിന് ആവശ്യത്തിനുള്ളത് ആദ്യം കപ്പലണ്ടിയാണ്. 250 ഗ്രാം കപ്പലണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം വറുത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കപ്പലണ്ടി ഒന്ന് പാകമായി കിട്ടുള്ളൂ. രണ്ടാമത്തത് പൊട്ടുകടലയാണ്. 50 ഗ്രാം പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടല പെട്ടെന്ന് എടുക്കണം കേട്ടോ, മുറുകി പോവരുത്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പൊട്ടുകടല മുറുകിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് വറുത്ത് കോരണം. മൂന്നാമത്തെ കാഷ്യൂനട്ടാണ്. അതും ഏകദേശം ഒരു 25 ഗ്രാം അത്ര എടുത്തിട്ടുള്ളൂ. നാലാമത്തത് നമ്മുടെ കിസ്മിസ് ഇല്ലേ, പായസത്തിനൊക്കെ ചേർക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യം പോലെ ചേർക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. നമുക്ക് ഏതാണോ ഇഷ്ടം കൂടുതൽ അതൊക്കെ ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇനി വേണ്ടത് അവിലാണ്. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അവിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്ത് കോരാം. അവിൽ പെട്ടെന്ന് ആയി കിട്ടും. ഇതേപോലെ ഒന്ന് എണ്ണയിൽ മുക്കി കോരിയെടുത്താൽ മതി, അപ്പം തന്നെ ആയി കിട്ടും. ഞാൻ ഏകദേശം ഒരു 350 ഗ്രാം ടോട്ടൽ അവിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. 3 തരത്തിലെ മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അവിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും വറുത്ത് കോരി. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇനി ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളിയാണ്. ഞാൻ വെളുത്തുള്ളി ലാസ്റ്റാണ് വറുത്ത് കോരുന്നത്. ഒരു കുടം വെളുത്തുള്ളി ചതച്ചതാണ് തൊലിയോടുകൂടി, അതും വറുത്ത് കോരിയിട്ടുണ്ട്. ആദ്യമേ വറുത്ത് കോരിയാൽ അവിലിനകത്ത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിടിക്കും കയറി. നമുക്ക് എല്ലാ മിക്സ്ചറിനും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മിക്സിംഗ് ആണേ. നമ്മളൊരു പാത്രം വച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരിയെടുത്ത അവിലിൻ്റെ ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എരിവുള്ള മിക്സ്ചർ ഉണ്ടാക്കാനാണ്. അതിനകത്തേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി, 1/3 കപ്പലണ്ടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പകുതി കാഷ്യൂനട്ട്, പിന്നെ വേണ്ടത് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. അവിൽ പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഫസ്റ്റത്തെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല എരിവുണ്ടാവും. നമ്മുടെ സാധാരണ മിക്സ്ചറിൻ്റെ രുചി തന്നെയാണ് ഇതിന്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കായത്തിൻ്റെ രുചിയുള്ള മിക്സ്ചർ. രണ്ടാമത്തെ ഉണ്ടാക്കാം. രണ്ടാമത്തത് മധുരമുള്ളതാണ്. നമ്മൾ വീണ്ടും ബാക്കിയുള്ള അവിലിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കി കപ്പലണ്ടി മുഴുവനും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു, 2 നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി വേണ്ടത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. അതും നമ്മുടെ മധുരത്തിന് ആവശ്യം പോലെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബേക്കറിയിൽ നിന്ന് മേടിക്കണ പോലത്തെ മധുരമുള്ള വൈറ്റ് അവിൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എടുത്തു വന്നപ്പോൾ മൂന്നാമത്തേന് കുറച്ച് അവിലേ ഉണ്ടായുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള പൊട്ടുകടല, കപ്പലണ്ടി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ കൊടുത്തേക്കുന്നത് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയാണ്. ഇത്രയും സാധനങ്ങൾ ബാക്കിയുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിക്സിങ്ങിന് നമുക്ക് വേണ്ടത് കുറഞ്ഞ അളവിൽ ഉപ്പാണ്. 1/4 ടീസ്പൂണിലും താഴെ ഉപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. അതും ചേർത്ത് കൊടുത്തു. അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത സാധനം ചാട്ട് മസാലയാണ്. ചാട്ട് മസാല എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ചാട്ട് മസാല. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചാട്ട് മസാലയുടെയും മുളക് പൊടിയുടെയും നമ്മുടെ ചേർത്ത് കൊടുത്ത പഞ്ചസാരയുടെയും രുചിയാണ് കേട്ടോ ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത്. ചെറുതായിട്ട് ഉപ്പും കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി ഇത് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 3 മിക്സ്ചർ നന്നായിട്ട് ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.